ആ അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ സമസ്ത പിന്നീട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവര് പിന്നെ ഈ അമ്പലക്കട ഉസ്താദും അതുപോലെ തന്നെ കാസിം ഉസ്താദല്ലേ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോ ആളുകളുടെ ഇടയിൽ ഒരു ഇതാവൂലേ? അത് അവരോട് ചോദിക്കണം. അല്ല അപ്പൊ ഉസ്താദുമാരൊന്നും അതിന് സമ്മതം കൊടുത്തിട്ട് ഇല്ലേ ഈ വിഷയത്തില്? ഞങ്ങളായിട്ട് സമ്മതം കൊടുത്തിട്ടില്ല. അല്ല ഇവര് അമ്പലക്കട ഉസ്താദൊക്കെ ഉസ്താദിന്റെ ഒക്കെ പേരാ പറയുന്നത്. ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരെ സമ്മതം ഉണ്ട് എന്നുള്ള തരത്തിലാണ് സംസാരിക്കുന്നത്. അതേ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഞാൻ ഈ അമ്പലക്കട ഉസ്താദിനെ നേരിട്ട് പല പ്രാവശ്യം വിളിച്ചതാണ്. അപ്പോ പിന്നെ അവര് സ്വന്തം നിലക്ക് പറയുന്ന എല്ലാ ഉസ്താദുമാരൊക്കെ സമ്മതത്തോടു കൂടിയാണ് ചെറുപ്പക്കാരെ നമ്മൾ ഈ കാര്യം ഇടപെടുന്നത് എന്നുള്ള തരത്തിലാണ് ഒരു സംസാരത്തിന്റെ പോക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് മറുപടി കഴിയില്ലാന്ന്. ഇല്ല അത് ഉസ്താദ് അത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതാരെങ്കിലും അമ്പലക്കട ഉസ്താദൊക്കെ പറയും ആളുകളുടെ പിന്നെ അമ്പലക്കട കാര്യമാണല്ലോ പള്ളിക്കട കാര്യമാണല്ലോ ആരായാലും മതിയോ ഈ സംഗതി പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണം. അതെ അതെ അതെ. അല്ല അത് ഉസ്താദ് പറയുന്നിടത്ത് തന്നെ ഞാൻ ഉസ്താദിന്റെ കൂടെ തന്നെ ഉള്ളത്. അപ്പൊ അല്ല ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളുകളുടെ ഇടയിൽ ഒരു വിഷയം പറയുന്ന സമയത്ത് അത് രണ്ടു വട്ടം നന്നായിട്ട് ആലോചിക്കണ്ടേ? അതൊക്കെ പറയുന്നതോട് ചോദിക്കുമ്പോൾ അത് ഇങ്ങോട്ട് എന്താ ചോദിക്കണ്ടോ? അല്ല പിന്നെ അതൊക്കെ പറയുന്നതോട് ചോദിക്കുക. അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉസ്താദിനെ പോലുള്ള ആളുകളാണ് പിന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും പിന്നെ കാര്യങ്ങൾ പറയേണ്ടത്. അല്ലാതെ അമ്പലക്കട പറയുന്നത് എന്താണെന്നല്ല നമ്മളിപ്പോ ഇവിടെ ആലോചിക്കുന്നത്. അപ്പൊ ആളുകളുടെ ഇടയിൽ റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാന്തപുരത്തിനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രം റസൂലുള്ളാഹിന്റെ ആസാറുകളെ മോശമാക്കുന്ന ഒരു സംസാരം വരുമ്പോൾ അത് നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ടേ. തങ്ങളതിനെ സംബന്ധിച്ച ആലോചിക്കുന്നത് നിങ്ങളിപ്പോ വെറുതെ പെട്ടുന്നാൽ അതിനെപ്പറ്റി കുറെ പറഞ്ഞതുകൊണ്ട് കാര്യം നടക്കില്ല. അല്ല ഉസ്താദ് ഹസ്രജായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ അത് നന്നായിരിക്കൂല്ലേ? എന്താ ഉസ്താദിന്റെ ഒരു അഭിപ്രായം? അത് ബന്ധപ്പെടേണ്ടി വരുമ്പോ ബന്ധപ്പെടാം. ഇപ്പൊ ഇതിനായിട്ടില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ സമസ്ത അതിനെ നിഷേധിക്കുന്നില്ല അല്ലേ? അങ്ങനെയല്ല അതിന്റെ ഉസ്താദ് ഇപ്പൊ പറയുന്നത് ചുരുക്കം. സമസ്ത ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. സമസ്ത ഇപ്പൊ ഇടപെടുന്നില്ല. അപ്പൊ ഉസ്താദിന്റെ ഒക്കെ പേര് ഇവര് വെറുതെ വലിച്ചെടുക്കുകയാണല്ലേ? പിന്നെ അത് അവരോട് ചോദിക്കണം. ഞങ്ങളാരൊന്നും പറഞ്ഞിട്ടില്ല സംബന്ധിച്ച്. അൽഹംദുലില്ലാ ഏതായാലും റാഹത്തായി. ഇപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ച് ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഒക്കെ ഈ വിഷയത്തില് അവർക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള സംസാരിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നു പോയിരുന്നു. അപ്പോ കാരണം മൂപ്പര് തന്നെ പലപ്രാവശ്യം പറഞ്ഞ് ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചപ്പോഴും ചെറുശ്ശേരി ഉസ്താദ് ഈ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാട് എന്നുള്ള നിലയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അവര് സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യാനാണ്? അവരാന്റെ തൊഴിലിന്റെ നാവ് കെട്ടിടാൻ കഴിയുമോ? ഇപ്പൊ അല്ല ഉസ്താദ് നിർത്തണല്ലേ?